ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ചില ആൾക്കാരുണ്ട്, എത്ര വലിയ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് നിൽക്കുന്നതെങ്കിലും വളരെ പെട്ടെന്ന് മറ്റുള്ള ആളുകളുടെ ഒരു ശ്രദ്ധ അവരിലേക്ക് എത്തും. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരാളാവണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന 11 കാര്യങ്ങളും നിങ്ങളൊന്ന് ലൈഫിൽ ശ്രദ്ധിക്കണം. അട്രാക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നല്ല ലുക്സ് മാത്രം മതിയെന്ന് പല ആൾക്കാരും വിചാരിക്കാറുണ്ട്. പക്ഷേ സൈക്കോളജി പറയുന്നത് അങ്ങനെയല്ല, മറ്റൊരു കാര്യമാണ്. ഒരാളുടെ യഥാർത്ഥ അട്രാക്ഷൻ എന്ന് പറയുന്നത് അയാളുടെ ആറ്റിറ്റ്യൂഡ്, കോൺഫിഡൻസ്, ബിഹേവിയർ, എനർജി ഇതിലാണ് ഉള്ളതെന്നാണ് സൈക്കോളജി പറയുന്നത്. നമുക്കിന്ന് സൈക്കോളജി പ്രകാരം നിങ്ങളെ ഇൻസ്റ്റൻ്റ്ലി കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്ന 11 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തേത് ഗ്രൂമിങ് തന്നെയാണ്. നിങ്ങളൊരു സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരി. ഈ സുന്ദരൻ, സുന്ദരി എന്ന് പറയുന്നത് മറ്റുള്ള ഒരു വ്യക്തിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അവർക്ക് ഓരോന്നും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ കൺസെപ്റ്റിലെ സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരി എന്ന് പറയുന്ന ഒരു വ്യക്തി ആകണം നിങ്ങൾ എന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ക്ലീൻ ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഉള്ള വസ്ത്രം നല്ല വൃത്തിയായിട്ട് ധരിക്കാൻ പറ്റും. നെയിൽസ് ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റും. തലമുടിയൊക്കെ നീറ്റാക്കി വെക്കാൻ പറ്റും. നിങ്ങളുടെ ഫിറ്റ്നസ്സിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടുകയും മറ്റുള്ളവരിൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കുന്നു, നിങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള കാര്യം മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കും എന്നർത്ഥം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻസ്. കോൺഫിഡൻസ് എന്ന് പറയുന്നത് എപ്പോഴും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം എന്നുള്ള ആ ഒരു വിചാരമല്ല, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴുള്ള ഞാൻ മതി എന്നുള്ള ആ ഒരു മനസ്സിലാക്കലാണ്. എനിക്ക് ഞാൻ മതിയാവുന്നു, ഐ ആം ഇനഫ് എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയുന്ന ആ ഒരു ഫീലിംഗ് ആണ് കോൺഫിഡൻസ്. നിങ്ങളുടെ സ്ട്രെങ്ത് എവിടെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ വീക്ക്നെസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. മിസ്റ്റേക്സ് വന്നാലും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെയാണ് നമ്മളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഒരു വ്യക്തിയും ജന്മനാ കോൺഫിഡൻ്റ് ആയിട്ടല്ല ജനിക്കുന്നത്. നമ്മളുടെ സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ ഓരോ ദിവസവും വർദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൂടുതൽ സ്മൈൽ ചെയ്യുക എന്നുള്ളതാണ്. നട്ടുച്ചയ്ക്ക് കുടയും പിടിച്ച് നിന്ന് ചിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ജെനുവിൻ സ്മൈൽ. നമുക്ക് പലപ്പോഴും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റുകളെക്കാളും ചിലപ്പോൾ ഒരു ജെനുവിൻ സ്മൈൽ മറ്റൊരാളുടെ മനസ്സിൽ പല കാര്യങ്ങളും മായ്ച്ചു കളയും. വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഒരു നല്ല പുഞ്ചിരി എന്ന് പറയുന്നത്. ചിരിക്കുമ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്കും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. ആളുകൾ എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് അവരെ കൂടുതൽ കംഫർട്ടബിൾ ആക്കുന്ന, കൂടുതൽ സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ സമാധാനം നൽകുന്ന ആളുകളെയാണ്. നമ്മൾ ഈ മറ്റൊരാളെ സന്തോഷിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ കാര്യം മറന്ന് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു പുഞ്ചിരി കൊണ്ട് ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. നാലാമത്തെ കാര്യം, ബി കൈൻഡ് ആൻഡ് പൊളൈറ്റ്. പ്ലീസ്, താങ്ക് യു, സോറി ഇതുപോലുള്ള ചെറിയ വേർഡ്സ് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. നിങ്ങൾ ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ സോറി പറയാനും, നിങ്ങൾക്കൊരാൾ ഒരു ഉപകാരം ചെയ്താൽ താങ്ക് യു പറയാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പ്ലീസ് എന്ന് അതിൻ്റെ കൂടെ ചേർക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ സംസാരത്തിൽ വരുന്ന വലിയൊരു മാറ്റമാണ്. നിങ്ങൾ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ക്യാരക്ടർ. അത് മറ്റുള്ള ആൾക്കാർ ശ്രദ്ധിക്കും. നിങ്ങൾ എത്ര ഉയരത്തിലുള്ള ആൾക്കാരാണ്, നിങ്ങൾ എത്ര പൊസിഷനിലെത്തിയ ആൾക്കാരാണെങ്കിലും ഈ രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറുന്ന ആളുകളെ എല്ലാവരും നോട്ട് ചെയ്യും. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അതൊരു സങ്കല്പം മാത്രമാണ്. ഒരാൾക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആവാൻ പറ്റില്ല. ഇന്നലത്തേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആവാൻ എന്ത് പറ്റുമായിരിക്കും, പക്ഷേ അതിലും ബെറ്റർ ആവണം എന്നായിരിക്കും നാളത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത്. നമ്മളുടെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ സംഭവിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ കുറച്ചുകൂടി ഹ്യൂമൻ ആണ്. അതായത് നമ്മുടെ ഇംപെർഫെക്ഷൻസിനെ നമ്മൾ മറച്ചു വെക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് മിസ്റ്റേക്കുകൾ പറ്റും. നമ്മൾ എല്ലാ കാര്യങ്ങളിലും പെർഫെക്റ്റ് ആയിരിക്കില്ല. തെറ്റ് പറ്റിയാൽ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതാണ് നിങ്ങളെ റിയൽ ആക്കുന്ന ഒരു കാര്യം. ഇനി ആറാമതായിട്ട് ആളുകൾക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് നിങ്ങളങ്ങ് അസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. ഒരു റൂമിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ആളുകളുടെ ഇടയ്ക്ക് പോകുമ്പോൾ ഇവരെന്നെ ഒരിക്കലും ഇഷ്ടപ്പെടില്ല എന്ന ചിന്തയിൽ നിങ്ങൾ ഇരിക്കരുത്. അതിന് പകരം നിങ്ങൾ ചിന്തിക്കുക, അവർക്കെല്ലാം എന്നെ വളരെ ഇഷ്ടമാകും എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. ഈ ഒരു മൈൻഡ് സെറ്റ് തന്നെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ ഐ കോൺടാക്ട്, നിങ്ങളുടെ കോൺഫിഡൻസ് ഇതെല്ലാം മാറ്റും. നിങ്ങളെ ഒരാൾക്ക് ഇഷ്ടമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ മുന്നിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജിലും അത് പ്രതിഫലിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആളുകളുടെ മുന്നിൽ പെരുമാറുക. ഇനി ഏഴാമത്തെ കാര്യം പല ആൾക്കാർക്കും ചെയ്യാൻ വളരെയധികം മടിയുള്ള ഒരു കാര്യമാണ്.
മനസ്സ് തുറന്ന് മറ്റൊരാളെ അപ്രീഷിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ അടുത്ത ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പം ആക്റ്റീവായിട്ട് അത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും അങ്ങോട്ട് ഇടയ്ക്ക് കയറി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കാതെ അവരെ കൂടി ലിസൺ ചെയ്യുക. ഒരു നല്ല ലിസണർ ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഒരാളോട് ജെന്യുവിൻ ആയിട്ടുള്ള കോംപ്ലിമെന്റ്സ് കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കുക. ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരാൾ നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടാൽ തീർച്ചയായിട്ടും അത് അവരോട് പറയുക. ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ സ്പ്രെഡ് ചെയ്യുക. എട്ടാമത്തെ കാര്യം, ബി വൾനറബിൾ. എല്ലാം പെർഫെക്റ്റ് ആണെന്നൊന്നും നിങ്ങൾ അഭിനയിക്കേണ്ട. ഓരോരുത്തരുടെയും ലൈഫ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ കൂടി കടന്നു പോകുന്നതായിരിക്കും. സംടൈംസ് നിങ്ങളുടെ സ്ട്രഗിൾസും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഡീപ്പർ കണക്ഷൻസും ഒക്കെ ഷെയർ ചെയ്യുന്നത് ആളുകൾക്ക് നിങ്ങളോടുള്ള ഇംപ്രഷൻ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും. റിലേറ്റബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അതായത് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആൾക്കാരെയാണ് കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. അവർക്കതിൽ നിന്നൊരു മോട്ടിവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒമ്പതാമത്തെ കാര്യം, ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. നമ്മളുടെ ആരോഗ്യം നമുക്കല്ലാതെ മറ്റാർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ദൈവത്തിനല്ലാതെ മറ്റൊരു മനുഷ്യനും നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല. നമ്മളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിൻ്റെ ഉത്തരവാദിത്വവും നമുക്ക് മാത്രമാണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ബോഡിയുള്ള ഒരു വ്യക്തി, അവരുടെ എനർജി എന്ന് പറയുന്നത് എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കും. എക്സർസൈസ് ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഹൈഡ്രേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവ അപ്പിയറൻസ് മാത്രമൊന്നുമല്ല, നമ്മുടെ മൂഡും നമ്മുടെ കോൺഫിഡൻസും ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഹെൽത്തി ആയിട്ട് അവനവൻ്റെ ശരീരം സൂക്ഷിക്കുന്ന ആൾക്കാരോട് എല്ലാവർക്കും ഒരു അട്രാക്ഷൻ ഉണ്ട്. പത്താമത്തെ കാര്യം, സ്റ്റേ പോസിറ്റീവ്. ഇവിടെ ഞാൻ ടോക്സിക് പോസിറ്റിവിറ്റിയെക്കുറിച്ച് പറയുന്നില്ല. എപ്പോഴും 24 മണിക്കൂറും 24/7 ആർക്കും പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കില്ല. സാധാരണ മനുഷ്യരെ പോലെ അപ്സ് ആൻഡ് ഡൗൺസ് ഇതിലും ഉണ്ടാവും. പക്ഷേ കഴിവതും ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ അതിൽ നിന്നും വളരെ പെട്ടെന്ന് ഒരു തിരിച്ചു വരവ് നടത്തുക എന്നുള്ളതാണ്. നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഗോസിപ്പ് അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയൊക്കെ കേൾക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ആളുകളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ ഒരു എനർജി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു എനർജി ഉള്ള ആൾക്കാരെ പൊതുവെ ആൾക്കാർക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് സത്യം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരുടെ അടുത്ത് ആളുകൾ നാച്ചുറലി വന്നു ചേരും. പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനും ഒരു പ്രോബ്ലവും ഇല്ല എന്നല്ല. പ്രോബ്ലംസ് ഉണ്ടെങ്കിലും പ്രതീക്ഷ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നത് മാത്രമാണ് പോസിറ്റിവിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി 11ാമത്തെ കാര്യം, ചെറിയൊരു സെൻസ് ഓഫ് ഹ്യൂമർ ഒക്കെ ഉള്ളത് നല്ലതാണ്. അസ്ഥാനത്ത് കോമഡി പറയുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജീവിതം വളരെ സീരിയസ് ആയി നിങ്ങൾ എടുക്കരുത്. ചിലപ്പോൾ നിങ്ങളുടെ ഹാർഡ് ടൈമിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും പിന്നീട് നിങ്ങൾക്ക് കോമഡി ആയിട്ട് പറഞ്ഞു ചിരിക്കാൻ കഴിയണം. നിങ്ങളുടെ ആ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ അവിടെ വർക്ക് ചെയ്യണം. നന്നായി ചിരിക്കുക, മറ്റുള്ളവരെയും ചിരിപ്പിക്കുക. ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ഹ്യൂമർ സെൻസ് ആവുമ്പോൾ നിങ്ങളുടെ ആ ഒരു അട്രാക്റ്റീവ് ക്വാളിറ്റി വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ ഈ പറയുന്ന 11 കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഇഷ്ടമാവോ? അട്രാക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളുടെ ഫേസിലുള്ള ഒരു കാര്യമല്ല. ഇത് നിങ്ങളുടെ ഹോൾ എനർജിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളെ ഒരാൾ പുതുതായിട്ട് പരിചയപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളെക്കുറിച്ച് അവർക്കുണ്ടാകുന്ന ഫീലിംഗ് ആണ് നിങ്ങളിലെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളതിന് പെർഫെക്റ്റ് ആകേണ്ട കാര്യമില്ല. നിങ്ങൾ ജെന്യുവൻ ആയിട്ട് കൈൻഡ് ആയിട്ട് മറ്റുള്ള ഒരാൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ, കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇതിനോടകം തന്നെ നിങ്ങൾ അട്രാക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അട്രാക്റ്റീവ് ആണോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത പോഡ്കാസ്റ്റുമായിട്ട് കാണാം. ബൈ.